നമുക്ക് അടുത്ത പടത്തിൽ ഒരു ആക്ഷൻ സീൻ കാണാൻ പറ്റുമോ? എന്ത് പറഞ്ഞാലും നമ്മൾ റെഡിയാണ്. ആഗ്രഹം ഉണ്ടല്ലേ ചെയ്യാൻ? ഇല്ല, സാറ് ഫൈറ്റ് ചെയ്ത് അതൊക്കെ ചെയ്യണമെന്നാ. എന്തായാലും ചെയ്യും നെക്സ്റ്റ് പടത്തെ. പ്രത്യേകിച്ചും മുരളി സാർ അങ്ങനെ അധികം സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. എന്തെങ്കിലും ഒരു വാക്ക് അധികം വന്നാൽ നീ ആദ്യം അതിലുള്ളതിനെ മര്യാദ എന്നിട്ട് കഴിയുക. കറക്റ്റായിട്ട് ആ ഭാഷയുടെ ഉരുട്ടിയൊക്കെ നമ്മളെ വായിലോട്ട് വെച്ച് തരുന്ന പോലെ. വാച്ച് കൊടുക്കുന്ന സീൻ ഭയങ്കരമായിട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സീനാണ്. മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് കാരണം ഒരു ദിവസം രാവിലെ വീട്ടിലൊരു വാച്ചുമായിട്ട് വന്നിരിക്കുന്നു. സ്ഥാനത്തിലുണ്ട്. ഇന്ദ്രൻസേന്റെ പിള്ളേർ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആ സമയത്ത്. ആണ് ഡ്രം പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന് മുമ്പേ തന്നെ പറഞ്ഞു ഡ്രം പഠിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഇന്ദ്രൻസേനെ വിളിച്ചു, ഇന്ദ്രൻസേടെ എന്ത് ഇൻസ്ട്രുമെന്റാ യൂസ് ചെയ്യണേ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു പിന്നെ പിയാനോ ആണ്, പിയാനോ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ പിയാനോ പഠിക്കുന്നുണ്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു ഇതൊക്കെ എന്ത് ഇമോഷൻ ഞാൻ ആദ്യമായിട്ടാ ചെയ്യുന്നത്. ഫസ്റ്റ് സിനിമയിൽ ഞാൻ തോട്ടെറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് വന്നത്. ബ്ലാസ്റ്റ് ആയിട്ടാണ് കയറിയത്. അപ്പം അങ്ങനെയുള്ള സീക്വൻസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കൊച്ചി ചേരിയിൽ തുടങ്ങുന്ന ആ കഥ, അതിൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ഒരു പരക്കലുണ്ടല്ലോ മാനസികമായിട്ട്. മനുഷ്യൻ്റെ ആദ്യം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാരെ മുതലെടുക്കുന്നു എന്നുള്ളത് വേദനയോടെ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിധത്തിലുമൊക്കെ കൃഷ്ണകുമാർജി പറഞ്ഞു വെച്ചു. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്ന് കാണുന്നതാണ്. അപ്പോൾ അവർ കണ്ടിട്ട് അവർ പറയുന്നത് ഇത്ര വലിയ പടമാണ്. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാന്ന് വന്നിട്ട് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ബിഗ് സ്കെയിൽ, വളരെ അധികം എല്ലാം ഗംഭീരമായിരുന്നു. സോ അങ്ങനെ പറയുമ്പോൾ വളരെ ഹാപ്പിനെസ്. ഇന്ദ്രൻസേട്ടന്റെ മാസ് ഉണ്ട്, ഭയങ്കര കൈയടി. ശരിക്കും എങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലും കണക്ട് ആയി പോകുന്നതിന്റെ രഹസ്യം എന്താ? അല്ല, അതങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നതായിരിക്കുന്നത്. നമുക്ക് അങ്ങനെ വേണമല്ലോ എല്ലാവരും. ഒരു കൂട് മാറി അടുത്തടുത്തുമ്പോൾ അടുത്ത കൂട്ട്. ഇന്ദ്രൻസേട്ടൻ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ നാട്ടുകാരനാണ്. എനിക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. എത്രയോ സിനിമകൾ, ഇത്രയും വലിയ ജനറേഷനിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. എത്രയോ വലിയ ആൾക്കാരോട് അഭിനയം. അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കില്ല, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ആരും അത് ഇന്ദ്രൻസേട്ടൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നിൽക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ കഥാപാത്രങ്ങൾ വളരെ ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. അനന്തൻ കാർഡ് ഒരു എക്സ്പെക്ടേഷനോട് വന്നിട്ടുണ്ടാവും എന്ന് വെച്ചാൽ, പക്ഷെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കാണുമ്പോൾ അത്രയും ചെലവും അത്ര ഗ്രാൻഡിയറും വന്നിട്ട് അവർ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ അത് അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം. ഈ സിനിമ എനിക്ക് എല്ലാ ലാംഗ്വേജുകാർക്കും കണക്ട് ചെയ്യാൻ പറ്റും. മലയാളത്തിന്റെ സിനിമ, മലയാള സിനിമ അതിനപ്പുറം എല്ലാ ലാംഗ്വേജിലുള്ളവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഇനിയും സിനിമ ഒരുപാട് പേര് കാണാനുണ്ട്. ഇപ്പൊ കുറച്ച് സമയങ്ങളിലായിട്ടുള്ളൂ. ഇന്നും നാളെയൊക്കെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആൾക്കാരിലേക്ക് സിനിമ എത്തുകയും ആൾക്കാർ നല്ല ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയുന്ന ഒരു കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ ഫുൾ ടീം. ഹായ്, ഹലോ, നമസ്കാരം. സൈനസോത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇപ്പോൾ തിയേറ്ററുകളിൽ സക്സസ്ഫുൾ റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന അനന്തൻ കാട് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ പൊതുവെ പ്രതീക്ഷയില്ലാതെ പടങ്ങൾ കാണണം എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങൾ പല കാര്യങ്ങളും സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ നല്ല പ്രതീക്ഷയോട് കൂടി തന്നെയാണ് സിനിമ കണ്ടത്. ആ പ്രതീക്ഷ ഇരട്ടിയാക്കിക്കൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. എന്താണ് ഇപ്പോഴത്തെ റെസ്പോൺസ്? ഒരുപാട് റെസ്പോൺസ് കേൾക്കുന്നുണ്ടെങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ റെസ്പോൺസാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഫീലിങ്സ്? ഒരു നല്ലൊരു പടമാണെന്നുള്ളൊരു റെസ്പോൺസ് ഉണ്ട്. ഒരു പൊളിറ്റിക് എല്ലാവരുടെ ക്യാരക്ടേഴ്സിനും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. ജസ്റ്റ് ക്യാമറ നന്നായിട്ടുണ്ട്, ഇല്ല മ്യൂസിക് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ഷൻ നന്നായിട്ടുണ്ട്, അങ്ങനെ മാത്രം പറയാണ്ട് പടം തന്നെ ഒരു നല്ലൊരു കംപ്ലീറ്റ് ഫിലിമായിട്ട് സൂപ്പറായിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ അങ്ങനത്തെ കമൻറ്റ്സ് വരുമ്പം വി ആർ വെരി ഹാപ്പി. അതായത് ഇപ്പൊ പൊതുവെ നായകരുടെ എൻട്രി എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻട്രി ഉണ്ട്. അത് ഓരോ സീൻ വരുമ്പോൾ ഞങ്ങൾ കൈയടിക്കുകയാണ്. സോ അതൊരു ഭയങ്കര ലക്കല്ലേ, എല്ലാ സിനിമയിലും കിട്ടുന്ന പോലെ അല്ല. അതെങ്ങനെയാ കാണണേ നിങ്ങൾ മൂന്നുപേരും? ഞങ്ങൾക്ക് ഭയങ്കര കൈയടിയായിരുന്നു കേട്ടോ. ഭയങ്കര കൈയടി. അതെ അതെ. നമുക്ക് ചെയ്തപ്പോൾ തോന്നുന്നു നമ്മൾ ഒരുപാട് സ്വപ്നം കാണൂലേ, അതൊക്കെ യാഥാർത്ഥ്യമായതുപോലത്തെ ഒരു സംതൃപ്തി. കാരണം അത്രയും ഒരു കുറേ
കാളുകളെയൊക്കെ വെച്ചിട്ട് തന്നെ സാർ ഒരു സീനുണ്ട് 8-10 ദിവസം അതിനകത്ത് ഒരു ഫൈറ്റ് തന്നെ നമുക്ക് ചുളുവിൽ മാറി നിന്ന് നോക്കിയാൽ മതി. പക്ഷെ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ പക്ഷെ അത് എക്സ്പ്രഷൻ ഇട്ടിട്ട് കയ്യടി വാങ്ങാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇവർ കഷ്ടപ്പെടുകയാണെങ്കിലും അവിടെ ഇരുന്ന് ആറ്റിറ്റ്യൂഡ് പാടുപെട്ടു. പക്ഷെ നമുക്കത് അത് കാരണം ഞാൻ പറഞ്ഞ അതിന്റെ ഭംഗിയും ഒരു അത്ഭുതപ്പെടുത്തലുണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അത് മാറി നിന്ന് കാണാൻ പറ്റി. അഭിനയിച്ചത് മാത്രമല്ലാതെ മാറി നിന്ന് കാണാൻ പറ്റി. അത് അതിൻ്റെ ഇരട്ടി നമുക്ക് ഫ്രെയിമിൽ കിട്ടി. തിയേറ്ററിലിരിക്കുമ്പോഴുള്ളൊരു പിന്നെ തിരുവനന്തപുരത്ത് ഒരു കൊച്ച് ഒരു ചേരിയിൽ തുടങ്ങുന്ന ആ കഥ, അതിൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ളൊരു ഒരു പരക്കലുണ്ടല്ലോ മാനസികമായിട്ട്. ചില വ്യക്തികളെയൊക്കെ എങ്ങനെയൊക്കെ ചെന്ന് കണക്ട് ചെയ്യുന്നുള്ളത് അത് അതിന് കടന്നങ്ങ് പോയില്ലേ തമിഴ്നാട്, അല്ലേ, അങ്ങനെ ശ്രീലങ്ക, അങ്ങനെ ഒരു വലിയ വിഷയം. മനുഷ്യൻ്റെ ആദി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാരെ മുതലെടുക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടെ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിധത്തിലുമൊക്കെ കൃഷ്ണകുമാർജി പറഞ്ഞു വെച്ചു. പല ഇമോഷൻസിലൂടെയാണ് നമ്മളെ സിനിമ കണ്ട് തീർക്കണേ. ഇപ്പൊ കരയില്ലാന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ കരഞ്ഞു പല സീനിലും. അമ്മേനെ കുറിച്ച് പറയുന്ന ഡയലോഗ് ഒക്കെ ഇപ്പം മുരളി കോമ്പിന്റെ എഴുത്തില് ഡയലോഗ് പറയാന്ന് പറയുന്നതേ ഒരു വലിയ ഭാഗ്യമാണ്. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതി എങ്ങനെയായിരുന്നു? അത് ബുദ്ധിമുട്ടായിരുന്നോ? എങ്ങനെയാ അത് ചെയ്തേ? ഇല്ല, ഇതിൽ ശരിക്കും എന്നോട് ജാക്സൺ അല്ലെങ്കിൽ അനന്തൻകാരനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മുരളിച്ചേട്ടനാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ തന്നെ ആദ്യമേ തന്നെ മൊത്തം കഥ അദ്ദേഹം പറയുകയും അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റ് റീഡിങ് തന്നെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് റീഡിങ് ചെയ്തു. പിന്നെ ജാക്സനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പോലത്തെ വളരെ റോ ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, നമുക്ക് തൊട്ട് മുമ്പുള്ള ഇൻ്റർവ്യൂവിലും പറഞ്ഞു ചെറുതേട്ടാ റോ ആയിട്ടുള്ള ക്യാരക്ടർ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു റോ ക്യാരക്ടർ മാത്രമല്ല. ഇവർക്കെല്ലാം ഈ ജാക്സനെ സംബന്ധിച്ച് കൃഷ്ണൻകുട്ടി ആണെങ്കിലും ഇപ്പോൾ തങ്കൻ ചേട്ടനാണെങ്കിലും തങ്കണ്ണനാണെങ്കിലും മുരളി ആണെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് വന്നു കയറുന്ന ചേട്ടനാണെങ്കിലും എല്ലാവരും ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ ജാക്സൺ. അപ്പം ആരും ഇല്ലാത്ത ഒരാളാണ്, ഡ്രമ്മറാണ്. അപ്പം ഈ ഡ്രമ്മർ എന്ന് പറയുമ്പോൾ ഡ്രമ്മറിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഡ്രമ്മ് പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന് മുമ്പേ തന്നെ പറഞ്ഞു ഡ്രമ്മ് പഠിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഇന്ദ്രൻസനെ വിളിച്ചു ചോദിച്ചു, ഇന്ദ്രൻ ചേട്ടൻ എന്ത് ഇൻസ്ട്രുമെന്റാ യൂസ് ചെയ്യണേ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു പിയാനോ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ പിയാനോ പഠിക്കുന്നുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു സെറ്റാണ്, പിയാനോ എല്ലാം ഞാൻ കറക്റ്റ് റെഗുലർ. അപ്പം എനിക്ക് ടെൻഷനായി. ഇന്ദ്രൻസണിലൊക്കെ സെറ്റിൽ വന്നിട്ട് പിയാനോ ഒക്കെ കറക്റ്റ് വായിക്കുമ്പോൾ ഞാൻ തെറ്റിച്ച എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ഞാൻ കുറച്ച് വിചാരിച്ചു ഷൂട്ടിംഗ് അല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷെ വിളിച്ചിട്ട് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ പെട്ട് എടുത്തു. നീ പഠിച്ചോ? ഞാൻ എല്ലാം പറയാം ചേട്ടാ ഞാൻ പഠിച്ചു കേട്ടോ, എല്ലാം ഓക്കെയാണ്. അന്ന് നീ ഒരു കാര്യം ചെയ്ത് നീ വീഡിയോ എടുത്ത് അയക്കുമെന്ന് പറഞ്ഞു. കൊട്ടണ വീഡിയോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കൊടുത്തില്ല. കുറച്ച് ദിവസമായിട്ടൊക്കെ പഠിച്ച് പിന്നെ 3 മാസം എടുത്ത് പക്കായിട്ട് ഒന്ന് പേടിയില്ലാതെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ വായിക്കാനായിട്ട് ഞാൻ അത് പഠിച്ചെടുത്തിട്ട് ഷൂട്ടിങ്ങിൽ പോയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ പിന്നെ എന്നെ കൊണ്ടായിരുന്നു ഇവർക്ക് ശല്യം. ഓരോ ആക്ഷൻ കഴിയുമ്പോഴും ഞാൻ അപ്പോൾ അവസാനം നിർത്തിച്ചു. നീ ഇനി ആക്ഷൻ പറയുമ്പോൾ മാത്രം കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. കാര്യമല്ലോ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻസ്ട്രുമെന്റ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം എനിക്കത് പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കി സിനിമയിലൂടെ. അങ്ങനെ ഒരു സംഭവം പഠിക്കാൻ പറ്റും എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് കൊട്ടുന്നുള്ളതല്ല, അത്യാവശ്യം ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു സന്തോഷത്തിനിടയിൽ ഒന്ന് വായിക്കാനൊക്കെ ഇപ്പൊ പഠിക്കാൻ പറ്റി. ഈ സിനിമയിലൂടെ അതും ഒന്ന് പഠിക്കാൻ പറ്റിയ അത് ആർട്ടിസ്റ്റിന് വലിയൊരു ഭാഗ്യമില്ലല്ലേ? നമ്മുടെ സിനിമയിൽ വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെ, പുതിയ ടാലന്റ് നിങ്ങൾ കൈകാര്യം ചെയ്യാന്ന്. ഇപ്പം ഇത്ര വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുമ്പോൾ ആർക്കും ഒരു ഇതുണ്ടാവില്ല. ഇപ്പം ഞാൻ വീണ്ടും മലയാളത്തിൽ വരുന്നു, അതൊരു വലിയ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു. ഇതിന് പുറകിലൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ആക്ഷൻ രംഗങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളങ്ങ് ഇരുന്ന് രോമാഞ്ചമായിരുന്നു മുഴുവൻ. അപ്പൊ അതെങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തു? ഇത് എല്ലാം ഒരു കംപ്ലീറ്റ് പ്ലാനിങ് ആയിട്ട് ചെയ്ത ഒരു പടമാണ്. സോ ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ ഈ പടത്തിൽ എന്താ ഒരു വെരി പ്ലസ് എന്ന് വെച്ചാൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു ഇമോഷണലി ഡ്രിവൻ ആക്ഷനാണ്. ജസ്റ്റ് ലൈക്ക് ഒരു ആക്ഷൻ പീസ് അല്ലാണ്ട് ഒരു ഇമോഷണൽ ചേർന്ന് വരുമ്പോൾ ആക്ഷൻ വന്ന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഓഡിയൻസിന് കാണുമ്പോൾ. സോ ഈ പടത്തിലെ ഇൻ്റർവൽ ബ്ലോക്ക്, ക്ലൈമാക്സ്, നടുവിൽ വരുന്ന ശാന്തിൻ്റെ ആക്ഷനൊക്കെ ഒരു ഇമോഷൻ ഡ്രിവൻ ആയതുകൊണ്ട് ഓഡിയൻസിന് ഒരു ഭയങ്കര ഒരു പവറായിട്ട് ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നുന്നു. സോ വെരി വെൽ പ്ലാൻഡ് ആയിട്ട് എടുത്ത ആക്ഷൻസ്.
ഇത് കാളയുമായിട്ടുള്ള ഇടയ്ക്കുള്ള ഒരു ആക്ഷനെ കുറിച്ച് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴും ഇത് എങ്ങനെയായിരിക്കും ഇത് എന്താ പറയണെന്ന് മനസ്സിലായില്ല. രാത്രിയിലാണ് ഷൂട്ട്, അതിന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ, പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ അയ്യോ ഇത് എങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്തു? ഷൂട്ടിംഗ് കാണണം. ഒരു ഷൂട്ടിംഗ് സമയത്തും ഇപ്പം ചേട്ടന് ഷൂട്ടുള്ള ഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഷോട്ട് കാണില്ല. എന്നാൽ പോലും നമ്മൾ അരിസാറിൻ്റെ ഫൈറ്റ് എങ്ങനെ, കാരണം സാർപ്പാട്ടയിലൊക്കെ ഉള്ള ഫൈറ്റ് ആണല്ലോ നമ്മുടെ മനസ്സിലുള്ള. അപ്പം ഇതിലെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു സത്യം ഞാനും ദേവൊക്കെ ഷൂട്ടിംഗ് ഇല്ലെങ്കിലും മോണ്ടന് പോയി പറയും നിൽക്കും സാറ് ചെയ്യുന്ന ഓരോ ആക്ഷൻസ് ഒക്കെ ഭയങ്കര എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടാണ് ഫൈറ്റ് നിന്നത്. സാർ ആ ഷൂട്ടിംഗ് സ്പേസിൽ ആ ഫൈറ്റിൽ നിൽക്കുമ്പം തന്നെ നമുക്കൊരു എനർജി ഉണ്ടായിരുന്നു. അത് അന്നേ ആലോചിച്ചത് എങ്ങനെ സ്ക്രീനിൽ കാണണം, എങ്ങനെ വരും എന്നുള്ളത് വലിയ സന്തോഷം. CG ആണോ ഒറിജിനൽ ആണോ? ശരിക്കും ഒറിജിനൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയോ? അത് ഒരു ഭയങ്കര ടെക്നിക്കലായിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു സീക്വൻസ് ആയിരുന്നു. അത് വെൽ പ്ലാൻഡ് ആയിട്ട് ഡയറക്ടർ ചെയ്തിരുന്നു. സോ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഡയറക്ടറിനും ഫൈറ്റ് മാസ്റ്ററിനാണ്. സോ ആർക്കും ഒന്നും പരിക്ക് പറ്റാണ്ട് ഒരു സേഫ്റ്റി ആയിട്ട് കറക്റ്റായ സീക്വൻസ് അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ കെയർഫുൾ ആയിട്ടില്ലെങ്കിൽ പല ആക്സിഡൻറ്റും സംഭവിക്കാം. വെരി കെയർഫുള്ളി ഷോട്ട്. കാളയ്ക്ക് കട്ട് വിളിച്ച് അറിയണല്ലോ, കാള ഓടും. ആക്ഷൻ പറഞ്ഞ് ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം സാറ് കട്ട് വിളിച്ചു കഴിഞ്ഞാലും കാള എവിടെ നിൽക്കാനാ, കാളയും ഈ ജനങ്ങളെല്ലാവരും ഓടും. പിന്നെ അവരൊക്കെ ഓടി തിരിച്ചു വരണം, പഴയ പൊസിഷനിൽ വരണം. അത് എത്ര ദിവസം അതിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു? കംപ്ലീറ്റ് സീക്വൻസ് ഒരു 14 days ഉണ്ടായിരുന്നു. ഇതാണെന്ന് പറഞ്ഞ ദൂരെ ഇരുന്ന് ഈ സൗണ്ട് ഉറക്കത്തിൽ ഞെട്ടിയുടെ ആംഗിൾ മാറ്റണം. പിന്നെ എത്രയും പ്രാവശ്യം പല ആംഗിളിലെ ലൈറ്റ്, ഇതിന്റെ ലൈറ്റ്, അതും ക്യാമറമാൻ പിന്നെ കാള ഒന്ന് മറഞ്ഞു പോകാതെ അതിന്റെ കൊമ്പിൽ വേറെ ലൈറ്റ് കാണുമ്പോ ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. DOP ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് പല മാസ് ഡയലോഗ് ഉണ്ട് പല സീനിൽ. നമുക്കിത് പറയാൻ പറ്റില്ല, സിനിമ കാണാത്ത ആളുകളുണ്ട്. പക്ഷെ ആ സീനുകളിലൊക്കെ അത് ഇന്ദ്രൻ സാറ് പറയുമ്പോൾ കിട്ടുന്നൊരു രോമാഞ്ചമുണ്ട്, അതൊരു ഫീൽ ഉണ്ട്. ചിലപ്പം മുരളീഗോപിയുടെ സ്ക്രിപ്റ്റ് പല രീതിയിൽ പറയാം, പക്ഷെ അത് നറേറ്റ് ചെയ്ത സമയത്ത് ആദ്യം കഥ പറയുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ടായത് ഇതെങ്ങനെ ഞാൻ ചെയ്യുമെന്ന്. സ്ക്രീനിൽ അത് കണ്ട് ആ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ ആസ്വദിക്കുമ്പോൾ എങ്ങനെയാ ഇന്ദ്രൻ സാർ അതെങ്ങനെയാ സ്ക്രീനിൽ അത് ആസ്വദിക്കണേ? അതിന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും മുരളി സാർ അങ്ങനെ വായി തോന്നിയൊന്നും അധികം സംസാരിക്കാൻ സമ്മതിക്കുന്നു. എന്തെങ്കിലും ഒരു വാക്ക് അധികം വന്നാൽ നീ ആദ്യം അതിനുള്ളതിനെ മര്യാദ എന്നിട്ട് കഴിയുക എന്ന് പറയും. അതിന് കറക്റ്റായിട്ട് ആ ഭാഷയുടെ ഉരുട്ടിയൊക്കെ നമ്മളെ വായിലോട്ട് വെച്ച് വാക്കുകളൊക്കെ അങ്ങനെ. അപ്പം ഡയലോഗ് പറയും, നമ്മൾ കൂടെ അഭിനയിക്കുന്നു. ഇപ്രാവശ്യം കിട്ടും, മറ്റെവിടെയെങ്കിലും കിട്ടൂല്ലോ, എഴുത്തുകാരനെ കിട്ടൂല്ലോ. ഇപ്പം നമ്മൾക്ക് ഒപ്പം അഭിനയിക്കുന്നു, ഡയലോഗ് തെറ്റി അപ്പം പൊക്കും. നമ്മൾ അപ്പോഴെപ്പോഴും അത് തൊണ്ടയിൽ നിന്ന് കേട്ടോ, അത് അങ്ങനെ പറയും, ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്യിക്കരുത്. അതായിരുന്നു ഒരു സൗകര്യം. അത് തന്നെ ആളുടെ തന്നെ ഭാഷയും ആള് തന്നെ തന്ന ശബ്ദവും ഒക്കെ തന്നെ. ഇതിപ്പോ കുട്ടേട്ടനായിട്ടൊരു സിനിമ കഴിഞ്ഞ എന്നാൽ അതൊന്നും ഒരു ശകലം കൂടെ താഴുമില്ല ഡയറക്ടർ. കറക്റ്റായിട്ട് ഇതൊന്ന് പഠിച്ചോണ്ടിരുന്നപ്പോ അങ്ങേരുടെ വേറെ കുറെ പണി. അവരത്രത്തോളം അതിന് വീണ് കിടക്കുകയല്ലേ, അത്രയും മനോഹരമായിട്ട് അവരുടെ ശ്രദ്ധ കൊണ്ട് നമ്മൾ നന്നായി പോയി. നന്നായതാണ്. സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി. ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്റ്റൈലാണ് ചെയ്തത്. കേരളത്തിൽ ഇപ്പൊ സംസാരിക്കുന്ന പോലെ തമിഴ്നാട്ടിൽ ഈ സിനിമ എങ്ങനെയാ സംസാരിക്കണേ കൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അവർക്ക് കുറെ കൂടുതലായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കണം, അങ്ങോട്ട് പോകാൻ പരിപാടികൾ കിടക്കണം. തമിഴ്നാട് ഈ സബ്ജക്റ്റ് വന്നിട്ട് മോർ ഓഫ് തമിഴ് ഓഡിയൻസിന് കണക്ട് ആവുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് 2 ലാംഗ്വേജിലും ഇത് സബ്ജക്റ്റ് വർക്ക് ആവുന്ന ഒരു കോൺഫിഡൻസ് ഈ പടത്തിലുണ്ടായത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും കാണാൻ നല്ല രസമാണ്. ശ്രീലങ്കൻ വിഷയമൊക്കെ അവിടുത്തെ പോർഷനൊക്കെ കൂടുതലും അങ്ങോട്ട് നെഞ്ചു കൊള്ളുന്നത് തമിഴ്നാട്ടുകാർക്കാണ്. അവർക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ്. അങ്ങനെയും കണക്ട് ചെയ്ത് ഈ സിനിമ എനിക്ക് എല്ലാ ലാംഗ്വേജുകാർക്കും കണക്ട് ചെയ്യാൻ പറ്റും. മലയാളത്തിലെ സിനിമ, മലയാള സിനിമ അതിനപ്പുറം എല്ലാ ലാംഗ്വേജിലുള്ളവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു തന്ന ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും നിങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ട്. ഐ മീൻ സിനിമയിലെ സീനിലാണെങ്കിലും നിങ്ങൾ തമ്മിലൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. ആ കിസ് കൊടുക്കുന്ന ഒരു സീന്. അപ്പം എങ്ങനെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ എങ്ങനെയാ? അത് ഈ മുരളിച്ചേട്ടൻ അവരുടെ കഥ നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട്, ഈ ജാക്സനെ സംബന്ധിച്ച് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു അപ്പനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അച്ഛനെ തുല്യം കാണുന്ന ആളാണ്. പക്ഷേ അന്ന് കരുതി അങ്ങനെ
ഈ ചെല്ലം കളിക്കൂലേ, ചെല്ലം ചെയ്യൂലേ, എന്തെങ്കിലുമൊക്കെ കുസൃതി കളിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ലൊക്കേഷനിലും ഇന്ദ്രൻ സേട്ടൻ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ നാട്ടുകാരനാണ്. എനിക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു സ്നേഹവും ഒരു അധികാരവും വാത്സല്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ. അപ്പം ഞാനും ഇടയ്ക്കിടെ ഇങ്ങനെ തമാശയൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ സേട്ടൻ തിരിച്ച് അതേപോലെ എല്ലാവരും അങ്ങനെ നിൽക്കണമെന്നില്ല. ഈ എത്രയോ സിനിമകൾ ഇത്രയും വലിയ ജനറേഷനിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. എത്രയോ വലിയ ആൾക്കാരോട് അഭിനയം. അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കില്ല, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ആരും അത് ഇന്ദ്രൻ സേട്ടൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നിൽക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ വലിയ കഥാപാത്രങ്ങൾ വളരെ ഈസി ആയിട്ട് ഇന്ദ്രൻ സേട്ടൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ സെറ്റിന് അത്രയും കംഫർട്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞില്ലെങ്കിൽ പോലും ഇന്ദ്രൻ സേട്ടൻ ഞാനുമായിട്ട് തമാശകൾ പറയുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഈ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്ലാങ് ആയതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഭയങ്കര രസമായിരിക്കും. ഞാനൊരു ട്രിവാൻഡ്രംകാരനായതുകൊണ്ട് തന്നെ മുരളിച്ചേട്ടൻ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഡയറക്ടറോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇന്ദ്രൻ ചേട്ടൻ സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു ട്രിവാൻഡ്രത്തിൻ്റെ ലാംഗ്വേജിന് ഒരു പ്രത്യേക ഒരു സുഖമാണ് എനിക്ക് പറയാനും കേൾക്കാനും. അപ്പം അതെല്ലാം കൂടെ വർക്കൗട്ടായി. പിന്നെ ആ കഥാപാത്രങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. ഈ ജാക്സനും കൃഷ്ണൻകുട്ടിയും മുരളിയും പറയുന്ന തങ്കൻ ചേട്ടനാണെങ്കിലും ഇത് എല്ലാവരും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. നമ്മളെ ഇവരുടെ കഥയിലേക്ക് വരുന്ന ഹരിസാറിൻ്റെ കഥാപാത്രത്തിനോടാണെങ്കിലും ആദ്യം നമുക്ക് ഇദ്ദേഹമാണെന്ന് അറിഞ്ഞുണ്ടെങ്കിലും പിന്നെ ഒരാളുണ്ട്, നമുക്കൊരു ഇങ്ങനെ ഒരാളുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് ആ സമയത്തൊക്കെ തോന്നി. പിന്നെ തങ്കണ്ണൻ തന്നെയായിരുന്നു. കറക്റ്റ് വഴക്ക് പറയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. മുരളിയാണെങ്കിലും എല്ലാവരുമായിട്ട് ഈ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇപ്പോഴും ചേട്ടനാണെങ്കിലും ജാക്സ് ആയെന്ന് വിളിക്കും, കൃഷ്ണൻകുട്ടി കൃഷ്ണണ്ണാന്ന് വിളിക്കും. ആ വാച്ച് കൊടുക്കുന്ന സീൻ ഭയങ്കരമായിട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സീനാണ്. നമ്മൾ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം അതിനുശേഷം നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തു പോകുന്നില്ല. അത് കാരണം ഒരു ദിവസം രാവിലെ വീട്ടിലൊരു വാച്ചുമായിട്ട് വന്നിരിക്കുന്നു. അതെന്താ കഥ? അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തില്ല, ചെയ്യും, പക്ഷെ അത് ചെയ്യും. ഏത് ഏജ് ഗ്രൂപ്പിന്റെ ആൾക്കാരായിട്ട് ഇന്ദ്രൻ സാറ് സെറ്റ് ആവും? അതെങ്ങനെ പറ്റണം? എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. കുട്ടി വന്ന അവരുടെ ഏജിന്റെ കൂടെ പോവും, സീനിയർ ആയിട്ടുള്ള ഒരാൾ വന്ന അവരുടെ കൂടെ പോവും. അതെങ്ങനെ പറ്റണേ? ലാസ്റ്റ് സിനിമ ഇന്ദ്രൻ സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ പിള്ളേര് പറയാൻ പാടില്ല എന്നാലും എൻ്റെ പിള്ളേർ പോയി എന്ന് പറയുന്നൊരു സാധനത്തിലുണ്ട്. ഇന്ദ്രൻ സാറിന്റെ പിള്ളേർ തന്നെയാണ് ഞങ്ങളെല്ലാവരും ആ സമയത്ത്. ആണ് ശരിക്കും എങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലും കണക്ട് ആയി പോകുന്നതിന്റെ രഹസ്യം എന്താ? അല്ല, അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ വേണമല്ലോ എല്ലാവരും. ഒരു കൂടുമാറി അടുത്തടുത്തുമ്പോ അടുത്ത കൂട്ട്. ഇത് കഴിഞ്ഞാൽ ബൈ ബൈ, അടുത്ത കൂട്ടല്ലേ. നമ്മൾ വിടൂല, നമ്മൾ പുറകെ പോവും. ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരുപാട് റെസ്പോൺസ് കിട്ടുന്നുണ്ടല്ലോ. ഭയങ്കരമായിട്ട് മനസ്സിൽ കണക്ട് ആവുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും മെസ്സേജസോ വാക്കുകളോ ഉണ്ടോ? കൂടെ വർക്ക് ചെയ്യുന്നവരാവാം എന്തെങ്കിലും. ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കുട്ടേട്ടൻ വന്ന് ഹഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു കരയാണോ എന്നൊരു സാറ് അധികം മിണ്ടുന്നില്ല. ഇമോഷണൽ ആയിരുന്നു ആ സമയത്ത്. എന്തായിരുന്നു? കുറെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുമല്ലോ. അപ്പൊ അടുത്തൊക്കെ അധികം അങ്ങനെ കിട്ടാറില്ല. നമുക്കങ്ങനെ ആ ഒരു ഏജിലുള്ളവരൊന്നും ഒരുമിച്ച് കൂടുന്നത് അപൂർവമല്ലേ. അപ്പോൾ ഇതിൽ വന്ന് അഭിനയിക്കുന്നു. പക്ഷെ നമുക്ക് കോമ്പിനേഷൻ വളരെ കുറവായിരുന്നു. അല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു വിജയം ഒക്കെ കാണുമ്പോഴത്തേക്ക് കണ്ണു നിറഞ്ഞു. നമുക്ക് അങ്ങനെ അതൊരു വലിയ ഭയങ്കര ചിലവുള്ളൊരു പടം ഇങ്ങനെ നെഞ്ചിടിപ്പോടെ കണ്ടിരുന്നു. അപ്പം ഓരോ സ്ഥലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും വലിയതല്ലേ. അതെ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു വീഡിയോ. ശരിക്കും ഇപ്പം തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്നുണ്ട്. കാത്തിരിക്കട്ടെ തമിഴ്നാട്ടിൽ പോയിട്ടുള്ള അവിടുത്തെ റെസ്പോൺസ്. സാർ വന്നിട്ട് കുറച്ച് ദിവസമായി. സാർ നമ്മളെ കൂടെ പ്രൊമോഷൻ പിടിച്ചു നിർത്തിയതാണ്. പറയൂ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഇല്ല, എല്ലാം വളരെ നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇന്നലെ റിലീസ് ആയിരുന്നു, ജസ്റ്റ് ടു ഏർലി. ആൻഡ് ഇപ്പോൾ എല്ലാവരും പടം ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് വന്ന് കാണുന്നതാണ്. അപ്പോൾ അവർ കണ്ടിട്ട് അവർ പറയുന്നത് ഇത്ര വലിയ പടമാണ്, നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാന്ന് വന്നിട്ട് കാണുമ്പോൾ നമ്മൾ നെട്ടിപ്പോയി. ബിഗ് സ്കെയിൽ, വളരെ അധികം എല്ലാം ഗംഭീരമായിരുന്നു. സോ അങ്ങനെ പറയുമ്പോൾ വളരെ ഹാപ്പിനെസ്. എന്ന് വെച്ചാൽ ആരും അനന്തൻ കാണുന്ന ഒരു
ഒരു എക്സ്പെക്റ്റേഷനോട് വന്നിട്ടുണ്ടാവും എന്ന് വെച്ചാൽ, പക്ഷെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കാണുമ്പോൾ അത്രയും ചിലവും അത്ര ഗ്രാൻഡിയറും വന്നിട്ട് അവർ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ അത് അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഫാമിലി കയറുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, നല്ല സന്തോഷം. ഇപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു ഈ അനന്തൻകാട് എന്നുള്ള ടൈറ്റിലും ഒരു ഡാർക്കൊക്കെ ഉള്ളപ്പോൾ ഫാമിലീസ് എത്രത്തോളം തിയേറ്ററിലേക്ക്, പക്ഷെ അല്ല, നമുക്ക് ഇന്നലെയൊക്കെ ആയിട്ട് ഫാമിലീസ് പടം കാണുന്നുണ്ട്. ആ മാസ് ആക്ഷൻ പടം എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ആൾക്കാർ കണ്ണ് നിറഞ്ഞിട്ട് ഇറങ്ങണം. അതെ, ശരിയാ അല്ലേ, അത് വലിയ സന്തോഷമുള്ള ഞങ്ങളെല്ലാവർക്കും, ഞങ്ങൾ ക്രൂവിലുള്ള എല്ലാവർക്കും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഞങ്ങളെ ക്യാരക്ടർ അത്രയും അവർക്ക് അവരുള്ളിലോട്ട് എടുത്തിട്ടില്ല, അത് വലിയ ഒരു അംഗീകാരമായിട്ട് കാണുന്നു. ഇനിയും സിനിമ ഒരുപാട് പേര് കാണാനുണ്ട്. ഇപ്പം കുറച്ച് സമയങ്ങളിലായിട്ടുള്ളൂ. ഇന്നും നാളെയൊക്കെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആൾക്കാരിലേക്ക് സിനിമ എത്തുകയും ആൾക്കാർ നല്ല ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയുന്നോട് ഒരു കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ ഫുൾ ടീം. അതെ, ഫുൾ റെസ്പോൺസ് കേട്ടപ്പോൾ എല്ലാവർക്കും സിനിമ ഇഷ്ടമായി, വർക്കായി എന്നതാണ് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പൊതുവെ നമ്മുടെ സിനിമയിലെ മേക്ക് ഓവർ ആയിട്ട് വരുന്ന സമയത്ത് ആളുകൾക്ക് ചിലപ്പോൾ അത് വർക്ക് ആവാറില്ല, പക്ഷെ ദേവിന്റെ മേക്ക് ഓവർ ഭയങ്കരമായിട്ട് കണക്ട് ആയി. സോ ദേവിനെ കുറിച്ചൊന്ന് പറയൂ. മുരളി സെറ്റിലും അത് ഭയങ്കര രസം. ഞാനും ദേവുമായിരുന്നു ഒരുമിച്ച് സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്തും എല്ലാം. അപ്പം നമ്മൾ ഒരു ക്യാരക്ടർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംഭവങ്ങളൊക്കെ എനിക്ക് മുരളി ദേവിൻ്റെ ക്ലൈമാക്സ് സീൻസൊക്കെ ഭയങ്കരമായിട്ട് ബോണ്ടിങ്. എനിക്ക് ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു സിനിമ കാണാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഈ അവസാന നിമിഷങ്ങൾക്കൊക്കെ എല്ലാവരുടെയും പറയാതെ പോലും എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബോണ്ടിങ് മനസ്സിലായി. ഒരുപാട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഹാപ്പി. എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞു തിയേറ്ററിൽ വെച്ച്. പിന്നെ ഇവരാണ് ദേവാണെങ്കിലും, ദേവാണ് സെറ്റിൽ നമ്മൾ ഫുൾ ടൈം മുരളിച്ചേട്ടൻ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞിട്ടും മുരളിച്ചേട്ടൻ വിളിക്കും. എന്നിട്ട് നമുക്ക് ഈ ഓരോ സീനുകളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നറേറ്റ് ചെയ്യും. പിന്നെ അവൻ്റെ സംബന്ധിച്ച് അവനും അവൻ്റെ കരിയറിൽ ഒരു ചേഞ്ച് വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ അത്രയും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ആളില്ല, ആൾ വേറൊരു ആവശ്യമായിട്ട് പ്രൊമോഷൻ പോയിരിക്കുകയാണ്. അത് ഇതിലിപ്പം ഡയറക്ടർ ആയാലും റൈറ്ററെ കുറിച്ചൊക്കെ പറയുമ്പോഴും അതിൽ അഭിനയിച്ച ആളുകൾ പാട്ട്, ഇതിൽ പല പാട്ടുകളും നമുക്ക് അറിയുന്ന പാട്ടുകൾ പല ഇതിലും വരുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര രസമാണ് കാണാൻ, നമ്മളെ കുറച്ചും കൂടി ഇന്നാക്കുന്നുണ്ട്. അത് ഭയങ്കര മനോഹരമായിട്ട്, അത് ആരുടെ ഐഡിയ ആയാലും പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട്. ഈ സിനിമയിൽ അത് വർക്കായിട്ടുണ്ട്. സോ നിങ്ങൾ ഒരുപാട് ദിവസത്തെ ഒരു ഷൂട്ടിംഗ് ഡേയ്സ് ഈ സിനിമയുടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു സീൻ അത് നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞ് സ്ക്രീനിൽ കാണുമ്പോൾ സ്പോയിലർ ഇല്ലാതെ പറയാൻ പറ്റുന്ന, ഇത് ഗംഭീരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും സീനുകളുണ്ടോ? അഭിനയിച്ച് നിങ്ങൾ കഥ കേൾക്കുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും വരിക എന്ന ഡൗട്ടോട് കൂടി. ഇന്റർവൽ ബ്ലോക്കിലെ ആക്ഷൻ സീക്വൻസ് ഭയങ്കര ഒരു എങ്ങനെ ഇത് നമ്മൾ ടെക്നിക്കലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ട്. എനിക്ക് ഈ പറയുന്നുണ്ട് ഇന്ദ്രൻ ചേട്ടനും ഞാനും ആയിട്ടുള്ള ഒരു ബോണ്ടിങ് സീൻസുകളുണ്ട്. ആ ഒരു എയർപോർട്ട് പറഞ്ഞു കൂടാതെ സോറി, കുറച്ച് സീൻസുകളുണ്ട്. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇമോഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ചും എനിക്ക് അതായിരുന്നു. ഞാൻ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് സിനിമയിൽ ഞാൻ തോട്ടെറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് വന്നത്, ബ്ലാസ്റ്റ് ആയിട്ടാണ് കയറിയത്. അപ്പം അങ്ങനെയുള്ള സീക്വൻസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ആൾക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇതെങ്ങനെ എന്നുള്ളത് വളരെ എനിക്ക് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അത് നന്നായിട്ട് ഇവരെല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി അതെനിക്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെ സാധിച്ചു. അത് ജനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഹ്യൂമറും ജാക്സൺ കുറച്ച് കോമഡിയൊക്കെ പറയുന്നുണ്ട്. ഇനി ഹ്യൂമർ കഥാപാത്രങ്ങളും ട്രൈ ചെയ്യണം. അങ്ങനെ ഒരു എനിക്ക് ആ കോളനി പോലീസുകാർ റെയ്ഡ് ചെയ്യുകയും കത്തിക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോഴത്തേക്കും അത് സാറിനൊരു കോവിലിൻ്റെ ഒരു ചെറിയ മടപ്പുരയ്ക്കകത്ത് അടച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ക്ലോസ് ആ ഷോട്ടൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇത് പിക്ചറിൽ വന്നപ്പോഴത്തേക്ക് പുറത്ത് കത്തുന്നെങ്കിലും അതിനകത്ത് കിടന്ന ഒരാൾ കത്തുന്നത് പോലത്തെ ഒരു ഫീൽ വന്നു. അത്രയും ദൂരമാണ് ആ ഷോട്ട് എടുത്തു വന്നപ്പോഴത്തേക്ക്. അവിടെ നിന്ന് കണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഒരവസ്ഥയുണ്ടല്ലോ. അത് ഇവിടെയാണോ കത്തുന്നത് അവിടെയാണോ എന്ന് തോന്നുന്നു. ആ ഒരു സീൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പടത്തിൽ ഒരു ആക്ഷൻ സീൻ കാണാൻ പറ്റുമോ? ഇന്ദ്രൻ സാറിന്റെ ഒരു മാസ് ആക്ഷൻ എന്ത് പറഞ്ഞാലും നമ്മൾ റെഡിയായി നിൽക്കും. ഇതിൽ ചെറുതായിട്ട് മിസ്സായി. ഞങ്ങൾ ഒരു ആക്ഷൻ കൂടെ കൊടുത്തെങ്കിൽ അടിപൊളിയായത്. പക്ഷെ ആഗ്രഹം ഉണ്ടല്ലേ ചെയ്യാൻ? പിന്നെ സാറ് ഫൈറ്റ് ചെയ്ത് അതൊക്കെ ചെയ്യണമെന്നാ.
കരാട്ടെ ആ, അത് ട്രൈ ചെയ്യണം. നെക്സ്റ്റ് കരാട്ടെ ഫൈറ്റ് അങ്ങനെ പടം വരുന്നുണ്ടോ കരാട്ടെ? കരാട്ടെ ഒക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് ചിലപ്പോ സാറോടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്തൊക്കെയാ വരാൻ വേണ്ടി പോകുന്നത്. അപ്പം സിനിമ ഇപ്പം സക്സസ്ഫുള്ളി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. വീണ്ടും വീണ്ടും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു വലിയ വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.